ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരു പൊതുവേദിയിൽ വെച്ച് യുവ ഡോക്ടറുടെ ഹിജാബ് നീക്കം ചെയ്ത സംഭവത്തെ തുടർന്നുണ്ടായ വിവാദങ്ങൾ പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. സംഭവത്തിന് ഇരയായ ഡോക്ടർ നുസ്രത്ത് പർവീൻ ഇതുവരെ തനിക്ക് ലഭിച്ച സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ശനിയാഴ്ച വൈകുന്നേരം വരെ അവർ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പാറ്റ്ന സിവിൽ സർജൻ അവിനാഷ് കുമാർ സിംഗ് വ്യക്തമാക്കി. പാറ്റ്ന സദറിലെ സബൽപൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് നുസ്രത്തിന് നിയമനം ലഭിച്ചിരുന്നത്. ഡിസംബർ 20-നായിരുന്നു ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസാന തീയതിയെങ്കിലും പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കാലാവധി നീട്ടി നൽകിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഈ ആഴ്ച ആദ്യം നടന്ന നിയമന ഉത്തരവ് വിതരണ ചടങ്ങിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ നുസ്രത്തിന്റെ മുഖാവരണം നീക്കം ചെയ്തത്. ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചതോടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായും ഒരു മതവിഭാഗത്തെ അപമാനിക്കലായും പ്രതിപക്ഷം ഈ സംഭവത്തെ ചിത്രീകരിക്കുമ്പോൾ ഭരണപക്ഷവും നിതീഷ് കുമാറിനെ അനുകൂലിക്കുന്നവരും ഇതിനെ മറ്റൊരു രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിതീഷ് കുമാറിനെ പ്രതിരോധിച്ച് രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. മുഖ്യമന്ത്രിയും ആ പെൺകുട്ടിയും തമ്മിലുള്ള ഇടപെടലിനെ അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹബന്ധമായി കാണണമെന്നും ഇതിൽ അനാവശ്യ വിവാദങ്ങൾ കുത്തിപ്പൊക്കേണ്ടത് ഇല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ ഒരു പൊതുവേദിയിൽ വെച്ച് സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ വസ്ത്രധാരണത്തിൽ ഇടപെടാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അവകാശമാണ് ഉള്ളതെന്ന ചോദ്യം മനുഷ്യാവകാശ പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. നുസ്രത്ത് പഠിച്ച ഗവൺമെന്റ് തിബ്ബി കോളേജ് പ്രിൻസിപ്പൽ മഹ്ഫൂസർ റഹ്മാൻ പറയുന്നത് നുസ്രത്തിന്റെ കുടുംബം മുഖ്യമന്ത്രിയോടോ സർക്കാരിനോടോ ദേഷ്യത്തിലല്ല എന്നതാണ്. പക്ഷേ ഈ വിഷയം മാധ്യമങ്ങളിൽ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്നതിൽ കുടുംബത്തിന് വലിയ നിരാശയുണ്ട്. സ്വകാര്യത ആഗ്രഹിക്കുന്ന കുടുംബം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറി നിൽക്കാനും ശ്രമിക്കുകയാണ്. നുസ്രത്ത് ഇപ്പോൾ കിട്ടിയ ജോലിയിൽ പ്രവേശിക്കണമോ അതോ ഉപരിപഠനത്തിലേക്ക് കടക്കണമോ എന്ന കാര്യത്തിൽ കുടുംബത്തിനുള്ളിൽ ചർച്ചകൾ നടക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവാദങ്ങളെ തുടർന്ന് കുടുംബം കൊൽക്കത്തയിലേക്ക് താമസം മാറിയെന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു. അതേസമയം ബീഹാറിലെ ഈ രാഷ്ട്രീയ സാഹചര്യം അയൽ സംസ്ഥാനമായ ജാർഖണ്ഡിലും വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിച്ചു. ജാർഖണ്ഡ് ആരോഗ്യമന്ത്രി ഇർഫാൻ അൻസാരി നുസ്രത്തിന് തന്റെ സംസ്ഥാനത്ത് ജോലി വാഗ്ദാനം ചെയ്തത് ബീഹാർ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പ്രതിമാസം 3 ലക്ഷം രൂപ ശമ്പളവും താമസിക്കാൻ സർക്കാർ ഫ്ളാറ്റും പൂർണ്ണ സുരക്ഷയുമാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ബീഹാർ മുഖ്യമന്ത്രിയുടെ നടപടി മുസ്ലിം സമുദായത്തെ അവഹേളിക്കുന്നതാണെന്നും അതിനാൽ നുസ്രത്തിന് ബഹുമാനത്തോടെ ജോലി ചെയ്യാൻ ജാർഖണ്ഡ് അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ നീക്കത്തെ BJP കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചു. സ്വന്തം സംസ്ഥാനത്തെ യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ കഴിയാത്ത ജാർഖണ്ഡ് സർക്കാർ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണെന്ന് BJP നേതാവ് ഭാനു പ്രതാപ് സാഹി ആരോപിച്ചു. ഏത് നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബീഹാറിലെ ഒരു ഡോക്ടർക്ക് നേരിട്ട് നിയമനം നൽകുന്നതെന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാറിനെതിരെ ഒരു സാമൂഹിക പ്രവർത്തകൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പെരുമാറിയ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നാണ് പ്രതിഷേധകരുടെ ആവശ്യം. വിതരണ ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കെ നടന്ന ഈ പ്രവൃത്തി രാഷ്ട്രീയമായി JDU-വിനെ വലിയ സമ്മർദ്ദത്തിലും ആക്കിയിട്ടുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം ചർച്ചാ വിഷയമാകുമെന്ന് ഉറപ്പായതോടെ ഡാമേജ് കൺട്രോൾ പ്രവർത്തനങ്ങളുമായി പാർട്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ യുവ ഡോക്ടർ നുസ്രത്ത് പർവീണിന്റെ മൗനവും അവർ ജോലിയിൽ പ്രവേശിക്കാൻ വൈകുന്നതും സംഭവത്തിന്റെ ആഘാതം അവർക്ക് എത്രത്തോളം ഉണ്ടായി എന്നതിന്റെ സൂചനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. ബീഹാർ രാഷ്ട്രീയത്തിലെ ഈ വിവാദം വരും ദിവസങ്ങളിൽ ദേശീയ തലത്തിൽ തന്നെ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കും. നുസ്രത്ത് പർവീൻ ബീഹാറിലെ ജോലി സ്വീകരിക്കുമോ അതോ ജാർഖണ്ഡിലെ വാഗ്ദാനം സ്വീകരിക്കുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു ഭരണാധികാരി പൊതുവേദിയിൽ പുലർത്തേണ്ട മര്യാദകളെ കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചുമുള്ള സംവാദമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. നുസ്രത്തിന് പിന്തുണയുമായി നിരവധി വനിതാ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ ഈ വിഷയം വിടാതെ പിന്തുടരുന്നത് കുടുംബത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നതിലാണ് പ്രതിഷേധകരുടെ നിലപാട്.